ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷമുള്ളൊരു വീഡിയോ ആണല്ലേ. അപ്പോൾ ഇന്ന് ഞാനൊരു ബുക്ക് റിവ്യൂ ആണ്. ബുക്ക് റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല. ഈ ബുക്കിന് ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായി ചെറിയൊരു വീഡിയോ ആയിട്ട് പറഞ്ഞു തരാൻ പോവാണ്. ഇതൊരു സെൽഫ് ഹെൽപ്പ് നോൺ ഫിക്ഷൻ ബുക്കാണ്. ബുക്കിൻ്റെ പേര് സ്മോൾ ഹാബിറ്റ്സ് ബിഗ് ചേഞ്ചസ് എന്നാണ്. ഹൗ ദ ടൈനിയസ്റ്റ് സ്റ്റെപ്സ് ലീഡ് ടു എ ഹാപ്പിയർ ഹെൽത്തിയർ യു എന്നാണ് ഇതിൻ്റെ സബ് ടൈറ്റിൽ വരുന്നത്. സ്റ്റീവൻ ഹാൻഡിൽ എന്ന് പറയുന്ന ഓത്തറിൻ്റെ ബുക്കാണിത്. ഹാബിറ്റ്സിനെ പറ്റി നമ്മളിപ്പോൾ ഒരുപാട് നോളജ് ഏൺ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഓരോരുത്തരുടെയും ഹാബിറ്റ്സാണ് നമ്മളുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത് എന്ന് വരെ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഹാബിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ റിപ്പീറ്റേറ്റീവ്ലി ഡെയിലി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹാബിറ്റാണ്. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നത് വരെ ഒരു ഹാബിറ്റാണ്. അപ്പോൾ നമ്മുടെ ഹാബിറ്റ്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അത് എങ്ങനെയാണ് നമ്മളുടെ ലൈഫിനെ മാറ്റുന്നത്, അതിനെ നമുക്ക് എങ്ങനെ നമ്മൾക്ക് ആവശ്യമുള്ള ദിശയിലേക്ക് മാറ്റി നമുക്കിഷ്ടമുള്ള ഹാബിറ്റ്സ് നമ്മളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും വിത്തൗട്ട് മച്ച് എഫേർട്ട്. അതാണ് ഈ ബുക്കിൻ്റെ കണ്ടൻറ് എന്നുള്ളത്. ഹാബിറ്റ്സ് എങ്ങനെയൊക്കെയാണ് ഫോം ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ബേസിക് റൂൾസും അതെങ്ങനെയൊക്കെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രൊലോങ് ചെയ്യാൻ പറ്റുക, ഹാബിറ്റ്സ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതെല്ലാം ഈ ബുക്കിൽ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഹാബിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു ഗോളിലേക്ക് വരുന്നൊരു ഹാബിറ്റ് ആവാം. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യണം, ജിമ്മിൽ പോകുക എന്നുള്ളതൊരു ഹാബിറ്റാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ജിമ്മിൽ പോയി, ഒരു 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 10 കിലോ കുറഞ്ഞു അല്ലെങ്കിൽ 20 കിലോ കുറഞ്ഞു എന്ന് വെച്ചോ. അത് 10ാമത്തെ വർഷം ജിമ്മിൽ പോയതുകൊണ്ടായിരിക്കില്ലല്ലോ, അത് ഇന്ന് തുടങ്ങി ജിമ്മിൽ പോയിട്ടുള്ള കാര്യമാണ്. ഹാബിറ്റിൻ്റെ മെയിൻ ഒരു പ്രശ്നം ഇതാണ്. അതായത് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടും നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചു തുടങ്ങിയ ഹാബിറ്റ്സ് നമ്മൾ വേണ്ടാന്ന് വെക്കാറുണ്ട്. ഒരു പാറ പൊട്ടിക്കാൻ നോക്കുകയാണെന്ന് വിചാരിച്ചോ. 50 അടി അടിച്ചിട്ടാണ് ആ പാറ പൊട്ടിയത് എന്ന് വെച്ച് 50ാമത്തെ അടിയിലാണ്, 50ാമത്തെ അടി മാത്രം കാരണമാണ് ആ പാറ പൊട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതേപോലെ ഓരോ ചെറിയ സ്റ്റെപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ. നമ്മൾ മനുഷ്യർക്ക് വേണ്ടതായിട്ടുള്ള 3 ഇമ്പോർട്ടൻറ്റ് ഹാബിറ്റ്സ് ഉണ്ട്. ഒന്ന് ഉറക്കം, മറ്റൊന്ന് ഭക്ഷണം, മറ്റൊന്ന് എക്സസൈസ്. ഈ 3 കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ തന്നെ നമ്മളുടെ ലൈഫ് ഒരുവിധം നമുക്ക് കൺട്രോളിൽ കിട്ടും. നമ്മൾ ഓട്ടോ പൈലറ്റിലാണ് ഓരോ ദിവസവും ഓടിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മളുടെ ചിന്തകൾ വേറെ സ്ഥലത്താണെങ്കിലും നമ്മുടെ ബോഡി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത് അമ്മമാർക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ ചിന്ത, അയ്യോ മക്കൾ സ്കൂളിൽ പോയോ, അവർ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ അടുക്കളയിൽ കുക്ക് ചെയ്യുക. വളരെ ഓട്ടോ പൈലറ്റ് മോഡിൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യും എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു ഹാബിറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ പിന്നെ ഡെസിഷൻ എടുക്കാനായിട്ട് എനർജി ചിലവാക്കില്ല. അതായത് ഇപ്പോൾ നമ്മൾ സിഗരറ്റ് വലിക്കുക എന്നുള്ളൊരു ഹാബിറ്റ് ഫോം ചെയ്തു. നമ്മൾ ആദ്യം ഫോം ചെയ്യുന്ന ഈ ഹാബിറ്റ് ഫോം ചെയ്യാൻ എടുക്കുന്ന റീസൺ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട് പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ വലിക്കുന്നത് കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടിട്ടായിരിക്കാം. എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് നമ്മളിത് വലിച്ചു നോക്കി, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്ട്രെസ്സ് വന്നു, നമുക്കൊന്ന് സിഗരറ്റ് വലിച്ചു നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. നമ്മളുടെ എന്ത് സർക്കംസ്റ്റാൻസസ് കൊണ്ടാണോ നമ്മൾ വലിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായിരിക്കില്ല നമുക്ക് ചിലപ്പോൾ അതിന് ശേഷം നമ്മുടെ സിഗരറ്റ് വലി കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമ്മളെ പ്രചോദനം തരുന്നത്. ചിലപ്പോൾ നമ്മുടെ സിഗരറ്റ് വലി കണ്ടിന്യൂ ചെയ്യാനായിട്ട് സ്ട്രെസ്സായിരിക്കും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അപ്പോൾ പിന്നെ സ്ട്രെസ്സ് വരുമ്പോഴെല്ലാം നമ്മളുടെ ബ്രെയിൻ ഓട്ടോ പൈലറ്റിൽ സിഗരറ്റിലേക്ക് നമ്മുടെ ക്രേവിങ്സിനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതുപോലെ സ്ട്രെസ് ഈറ്റേഴ്സ്, സ്ട്രെസ്സ് വരുമ്പോൾ ഭക്ഷണം കഴിക്കുന്നവർക്ക് സ്ട്രെസ്സ് വരുന്ന ടൈമിൽ തന്നെ നമ്മുടെ ബ്രെയിൻ സിഗ്നൽ കൊടുക്കുകയാണ്, ഗോ ഈറ്റ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സ്ട്രെസ്സ് മാറും. നമ്മുടെ ബോഡി വളരെ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നൊരു കാര്യമാണിത്. അപ്പോൾ നമ്മൾ ഹാബിറ്റ്സ് എങ്ങനെയാണ് മാറ്റാൻ പറ്റുക എന്നുള്ളത് വളരെ ഈസി ആയിട്ട് പറയുന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ഈ ഈറ്റിംഗ്, സ്ലീപ്പിംഗ് ആൻഡ് എക്സസൈസിനെ പറ്റി സംസാരിക്കാം. നമുക്കിപ്പോൾ ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യണമെന്ന് വിചാരിച്ചോ. നമ്മൾ വളരെ
പ്രയാസപ്പെട്ട് നമ്മൾ പോയി പച്ചക്കറികൾ മേടിച്ച് ഒരു ദിവസം നമ്മുടെ അടുക്കളയിലുള്ള പച്ചക്കറിയൊക്കെ വലിച്ചെറിഞ്ഞ് നമ്മൾ പോയി പുതിയ പച്ചക്കറികളും നമുക്ക് വൈറ്റ് മീറ്റും പ്രോട്ടീനും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവരുന്നതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. കാരണം നമ്മൾക്ക് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ നമുക്ക് വിൽ പവർ എന്ന് പറയുന്നത് ഒരു കാര്യം ചേഞ്ച് ചെയ്യാനുള്ള നമ്മുടെ മനസ്സിൻ്റെ പവർ വളരെ കുറവാണ്. പരമാവധി 4 കാര്യങ്ങളാണ് നമുക്ക് ഒരു ദിവസം വിൽ പവർ വെച്ച് ചെയ്യാൻ പറ്റുക. പക്ഷേ സയൻറ്റിസ്റ്റ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് വേണമെങ്കിൽ 1 തിങ് അറ്റ് എ ടൈം ചേഞ്ച് ചെയ്യാനാണ്. അതായത് ഇപ്പോൾ ഹെൽത്തി ഈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നാൾ നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡിൽ അല്ലെങ്കിൽ വൈകുന്നേരം ചായക്ക് ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് മാറ്റി ഞാനൊരു സാലഡ് കഴിക്കാൻ പോവാണ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി റാപ്പ് കഴിക്കാൻ പോവാണ് എന്ന് തീരുമാനിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. പക്ഷേ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ പറ്റി നമ്മൾ ഒറ്റ ദിവസം തന്നെ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് അത്രയും ഡിസിഷൻസ് എടുക്കുമ്പോൾ അത്രയും വിൽ പവർ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ സ്റ്റെപ്സിൽ വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും മാറ്റാനായിട്ട്. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യം ആണെങ്കിൽ അങ്ങനെ ഹെൽത്തി ഫുഡ് എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാമെന്നല്ല, വളരെ ചെറിയ ചേഞ്ച്. അതായത് വൈകുന്നേരം ഡീപ്പ് ഫ്രൈഡ് ഭക്ഷണം കഴിക്കുന്നതിന് പകരം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് കഴിക്കുന്ന ഒരാളായി മാറി നിങ്ങൾ. 2 ദിവസം നിങ്ങൾ ഡീപ്പ് ഫ്രൈഡ് ഫുഡ് കഴിച്ചില്ല എന്ന് വെച്ചിട്ട് നിങ്ങളുടെ ബോഡിക്കൊന്നും ചേഞ്ച് ഒന്നും പറ്റില്ല. 3-ാമത്തെ ദിവസം വിൽ പവർ നഷ്ടപ്പെട്ട് പിന്നീട് തിരിച്ച് പരിപ്പുവടയിലേക്ക് പോകുന്ന ആൾക്കാരാണ് നമ്മളിൽ പലരും. പക്ഷേ ഒരു സിംഗിൾ ചേഞ്ചാണ് നമ്മൾ ലൈഫിൽ നമ്മൾ ഇപ്പോൾ കൊണ്ടുവരുന്നതെന്ന് വെച്ചോ, നമ്മുടെ ഫോക്കസ് അതിൽ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഹെൽത്തിയർ സ്നാക്ക് കഴിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫുഡിനെ പറ്റി എന്ന് പറഞ്ഞാൽ ഫുഡ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നാട്ടിലായിരുന്നപ്പോൾ ഒരിക്കലും ഫുഡ് പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം എല്ലാം റെഡിലി അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ നാട്ടിൽ നിന്ന് പുറത്ത് ഇപ്പോൾ കാനഡയിൽ വന്നതിന് ശേഷം ഞാൻ മീൽ പ്രെപ്പൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പഠിച്ചു. അത് ബഡ്ജറ്റ് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഇതിലേക്ക്. എന്നാലും നമ്മൾ നാളെ എന്താണ് കഴിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഓൾറെഡി അറിയുമെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്നത് കുറയും, നമ്മൾക്ക് ക്രേവിങ്സ് കുറയും എന്നൊക്കെ സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. അതുകൊണ്ട് തന്നെ നാളത്തേക്കുള്ള ഡയറ്റ് നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മനസ്സിലൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, രാവിലെ ഇന്ന ഫുഡാണ്, ഉച്ചയ്ക്ക് ഇന്ന ഫുഡാണ്, ഇത് സ്നാക്കായിട്ട് കഴിക്കാം, ഡിന്നർ ഇതാണ് കഴിക്കാൻ പോകണമെന്നൊക്കെ. ചെറിയ ചേഞ്ചൊക്കെ എന്തെങ്കിലും വരുമായിരിക്കും. നമ്മൾക്ക് മിസ്റ്റേക്സ് പറ്റും. നമ്മൾ ചിലപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾക്ക് വിൽ പവർ നഷ്ടപ്പെടും എന്നുള്ള ഉത്തമ ബോധ്യം നമുക്ക് വേണം എന്തൊരു ചേഞ്ച് നമ്മളെ ഹാബിറ്റ് കൊണ്ടുവരാനുണ്ടെങ്കിലും. എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ഉള്ളവർക്കൊരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ ജിമ്മിൽ പോകാൻ തുടങ്ങി, 4 ദിവസം കഴിഞ്ഞ് 5-ാമത്തെ ദിവസം പോകാൻ പറ്റിയില്ല. അതോടുകൂടി നമ്മൾ ആ ശ്രമം ഉപേക്ഷിക്കുകയാണ്. ആ മിസ്റ്റേക്ക് വന്നതോടുകൂടി പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പിന്നെയും ജിമ്മിൽ പോകുന്നത്. അങ്ങനെയല്ല, മിസ്റ്റേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഒരു ഹാബിറ്റ് ഫോം ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മൈൻഡിനെ പറഞ്ഞു പഠിപ്പിക്കുക. നമ്മൾ മനുഷ്യരാണ്, നമ്മൾക്ക് മിസ്റ്റേക്സ് പറ്റും, നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കാം, നമുക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല എല്ലാ ദിവസവും. പക്ഷേ ഒരു ദിവസം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പൂർണ്ണ ശക്തിയോടെ പിറ്റേ ദിവസം ചെയ്യാനായിട്ട് നമുക്ക് വലിയ വിൽ പവറിൻ്റെ ആവശ്യം വരില്ല. കുറേ ദിവസം ചെയ്യാണ്ടിരുന്ന് പിന്നെ അഗെയിൻ ചെയ്യാനായിരിക്കും നമുക്ക് വിൽ പവറിൻ്റെ ആവശ്യം വരിക. അത് വളരെ കൃത്യതയോടെ ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെറിയ ചെറിയ ഹാബിറ്റ്സിലായിരിക്കണം ചെയ്തു തുടങ്ങേണ്ടത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാ ഭക്ഷണത്തിൻ്റെയും മുന്നേ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ നമ്മൾ മിഡ് ഡേ സ്നാക്കായിട്ട് സാലഡ്സ് യൂസ് ചെയ്യുക. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ആദ്യത്തെ സ്റ്റാർട്ടറായിട്ടൊരു വെജിറ്റബിൾ സെലക്ട് ചെയ്യുക, വെജിറ്റബിൾ സ്റ്റാർട്ടർ വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യുക. അങ്ങനെയുള്ള ചില ചില കാര്യങ്ങളാണ് നമ്മുടെ ഫുഡിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത് വളരെ ചെറുതായിട്ട്. അടുത്ത വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഉറക്കം. ഒരു മനുഷ്യന് അറ്റ്ലീസ്റ്റ് 7 to 10 hours ഉറക്കം വേണമെന്നാണ് പറയാം. നമ്മളെല്ലാവരും അത് സംഭീകരിച്ച് 8 മണിക്കൂർ എന്നുള്ളതാക്കിയിട്ടുണ്ട്. നമുക്ക് 8 മണിക്കൂർ ഉറക്കം വളരെ അത്യാവശ്യമാണ്. അത് അൺഡിസ്ട്രപ്റ്റഡ് സ്ലീപ്പ് തന്നെ ആയിരിക്കണം. അത് നമ്മുടെ ലൈഫിനെ തന്നെ വളരെ ചേഞ്ച് ചെയ്യുന്നൊരു കാര്യമാണ്. അതേ സമയത്ത് ഞാൻ പറയട്ടെ, എൻ്റെ സ്വന്തം ഹസ്ബൻഡിന് ഈ 8 മണിക്കൂർ ഉറക്കം കിട്ടാറില്ല. നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന പലർക്കും ഇത് കിട്ടാറുണ്ടാവില്ല. കാരണം രാവിലെ ചിലപ്പോൾ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുവിടാനുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ കാരണങ്ങളുണ്ടാകാം. എന്നാലും പരമാവധി നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു 8 മണിക്കൂർ ഉറക്കം ഒരു ദിവസം എങ്ങനെയെങ്കിലും കിട്ടുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുക, നമ്മുടെ ഷെഡ്യൂൾസ് ചേഞ്ച് ചെയ്യുക. കാരണം ഈ 8 മണിക്കൂർ ഉറക്കം കിട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങാൻ പറ്റുമ്പോൾ തന്നെ നമ്മുടെ ബോഡിക്കുള്ള ആവശ്യത്തിനുള്ള റെസ്റ്റ് കിട്ടും. പിന്നെ ഉറക്കം എണീക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ള എന്നെപ്പോലുള്ള
പാവങ്ങളുടെ വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഉറക്കണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു റെഗുലർ സ്ലീപ്പ് സ്കെഡ്യൂൾ ഉണ്ടാക്കുക. കറക്റ്റ് ടൈമിൽ ഉറങ്ങാൻ പഠിക്കുക. 10 മണിക്ക് ഉറങ്ങണമെങ്കിൽ 10 മണിക്ക് തന്നെ ഉറങ്ങാൻ പഠിക്കുക. ഫിസിക്കലി പകൽ ആക്റ്റീവായിട്ടിരിക്കുക. ഉച്ചയുറക്കമൊക്കെ ഒഴിവാക്കുക. പിന്നെ ബെഡ്റൂം ഉറങ്ങാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക. ടിവിയും കമ്പ്യൂട്ടറും സ്റ്റഡി ടേബിളൊക്കെ അവിടെ നിന്ന് മാറ്റാൻ പറ്റുന്നവരാണെങ്കിൽ അതൊക്കെ മാറ്റി വെച്ച് ഉറങ്ങാൻ പറ്റുന്ന രീതിയിലൊക്കെ മാറ്റുക. പിന്നെ ക്ലീൻ ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള റൂമാക്കി വെക്കുക. എപ്പോഴും ക്ലീൻ ആക്കി വെക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് കംഫർട്ടബിൾ ആയിരിക്കും, കാമായിരിക്കും. പിന്നെ നമ്മളൊരു 30 മിനിറ്റ്സ് ബിഫോർ സ്ലീപ്പ് സ്ക്രീനൊക്കെ ഓഫ് ചെയ്യുക. ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ വളരെ കാലമായിട്ട് ട്രൈ ചെയ്ത് ഇപ്പം മാത്രം ശ്രമിച്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിട്ടോ എനിക്കിപ്പോൾ ഇത്. സ്ക്രീൻ ഓഫ് ചെയ്യുക എന്നുള്ളത്, ഫോണും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് 30 മിനിറ്റ്സ് ജസ്റ്റ് ഗീവ് റെസ്റ്റ് ടു യുവർ ഐസ് എന്നുള്ളതാണ്. ആ 30 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ഉറങ്ങിപ്പോകും എന്നുള്ളത് വേറൊരു കാര്യം കേട്ടോ. പിന്നെ വലിയ മീൽസ് രാത്രി കഴിക്കാതിരിക്കുക. ഡിന്നറൊക്കെ പരമാവധി ഏർലി ആക്കുക. ഒരു 6 മണിക്ക് ഡിന്നർ കഴിച്ച് 10 മണിക്ക് കിടക്കുന്ന രീതിയിലാക്കുക. അപ്പോൾ നമ്മൾ ഡിന്നറൊക്കെ ദഹിച്ചിട്ടുണ്ടാവും നമ്മൾ കിടക്കുമ്പോഴേക്കും. പിന്നെ വേണമെങ്കിൽ നമ്മൾ വിശക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്നാക്കോ വല്ലതും മാത്രം കഴിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് സമാധാനമായിട്ടുള്ള 8 മണിക്കൂർ ഉറക്കം നമുക്ക് കിട്ടും. അതുപോലെ നമ്മുടെ ഡയറ്റ് ശരിയാകും. ഇനി അടുത്തതാണ് എക്സസൈസ്. വളരെ കുറച്ച് പേര് മാത്രമാണ് നമ്മുടെ നാട്ടിൽ എക്സസൈസ് ചെയ്യുന്നത്. നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുന്നൊന്നും എക്സസൈസായിട്ട് കൂട്ടില്ല കേട്ടോ. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനും എക്സസൈസ് ചെയ്യാൻ പഠിച്ചത്. വളരെ ചെറിയ കാര്യങ്ങൾ മതി. ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് ഒരു 10 മിനിറ്റ് നടക്കാൻ പോകാനാണെങ്കിൽ, അല്ലെങ്കിൽ ലിഫ്റ്റിന് പകരം സ്റ്റെയർസ് എടുക്കാനാണെങ്കിൽ, നമ്മളെ ലൈഫിൽ പറ്റുന്ന രീതിയിൽ എക്സസൈസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നാണല്ലോ. അതായത് വളരെ കുറച്ച് നമ്മൾ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിലും നമ്മളെ ബോഡി ആക്റ്റീവായിട്ട് ഇരിക്കുകയാണെങ്കിൽ, കൊച്ചുങ്ങളുടെ കൂടെ കളിക്കുക, അങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ ആക്റ്റീവായിട്ട് ഇരിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ കുറച്ചുകൂടി ഹെൽത്തിയർ ആകും. പിന്നെ നമുക്ക് പറ്റുകയാണെങ്കിൽ മെല്ലെ ജിമ്മിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സൂംബ ക്ലാസ് എടുക്കാം, അല്ലെങ്കിൽ ഒരു യോഗ ക്ലാസ് എടുക്കാം, ഒന്നുമില്ലെങ്കിൽ സൈക്ലിങ്ങിന് പോവാം. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് എക്സസൈസിൽ ഇൻക്ലൂഡ് ചെയ്യാം. ബോഡി പരമാവധി ആക്റ്റീവാക്കി വെക്കുക എന്നുള്ളതാണ്. ഇതെല്ലാമാണ് ബേസിക് ഹാബിറ്റ്സ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്തതാണ് ഹാബിറ്റ് ലൂപ്പ് എന്നുള്ളത്. അതായത് ഹാബിറ്റ്സ് ലൂപ്പായിട്ടാണ് വർക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ രാവിലെ എണീറ്റു എന്ന് വെച്ചോ, നമ്മളെ ബോഡി അപ്പോൾ തന്നെ ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് പോകും. രാവിലെ എഴുന്നേറ്റു, നേരെ ബാത്റൂമിൽ പോയി പല്ല് തേച്ചു, കുളിച്ചു. ഇതാണ് നമ്മളെ ശീലം എന്നുണ്ടെങ്കിൽ പല്ല് തേക്കുമ്പോഴും കുളിക്കുമ്പോഴൊന്നും നമ്മൾ അത്ര കോൺഷ്യസ് ആയിരിക്കില്ല. പല്ല് തേക്കുന്നതും കുളിക്കുന്നതൊന്നും നമ്മളെ മൈൻഡ് അറിയത്ത് പോലുമില്ല. മൈൻഡ് വേറൊരു ലോകത്തായിരിക്കും. ഓരോ ഹാബിറ്റിനെയും 3 പാർട്ടാക്കിയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ പാർട്ട് എന്ന് വെച്ചാൽ ക്യൂ. അതൊരു സ്റ്റിമുലസ് ആണ്. ഒരു സാധനം, ഒരു എൻവയോൺമെൻറ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു സാധനമായിരിക്കും, ഒരു തിങ് ആയിരിക്കും, ഒരു ഒബ്ജക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു പാട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. ആ ക്യൂ ആണ് നമ്മളെ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്രെയിനിനെ ട്രിഗർ ചെയ്യുന്നത്. അടുത്തതാണ് റുട്ടീൻ. റുട്ടീനാണ് ദ ആക്ച്വൽ ഹാബിറ്റ്. പല്ല് തേക്കുക എന്ന പ്രവൃത്തിയാണ് ദ റുട്ടീൻ എന്ന് പറയുന്നത്. അടുത്തത് റിവാർഡ്. ആ പല്ല് തേക്കൽ എന്നുള്ള പ്രവൃത്തി കൊണ്ട് നമുക്ക് എന്ത് മെൻ്റൽ ബെനിഫിറ്റാണ് അല്ലെങ്കിൽ ഫിസിക്കൽ ബെനിഫിറ്റാണ് കിട്ടുന്നത് എന്നുള്ളതാണ് അടുത്തത്. ഈ 3 കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെ ഈ ഹാബിറ്റ്സിനെ ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ബെറ്റർ ആക്കാം എന്ന് പഠിക്കാൻ പറ്റും. ഇപ്പം നമുക്കൊരു ബാഡ് ഹാബിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ, നമുക്ക് രാത്രി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് TV കണ്ട് ഐസ്ക്രീം കഴിക്കുന്നൊരു ഹാബിറ്റ് ഉണ്ട്. ആ ഐസ്ക്രീം കഴിക്കുന്ന ഹാബിറ്റ് നമ്മൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്യൂ എന്താണെന്നാണ്. അതായത് നമ്മളെ ഹാബിറ്റ് ട്രിഗർ ചെയ്യുന്ന കാര്യം എന്താണ്. TV ആയിരിക്കും, ചിലപ്പോൾ നമ്മളെ സിറ്റുവേഷൻ ആയിരിക്കും, ഇരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും, ക്രേവിങ്സ് ആയിരിക്കും. ആ ക്രേവിങ് എന്തുകൊണ്ടാണ് വരുന്നത്? അത് ഹങ്കർ കൊണ്ടാണോ? അത് ജസ്റ്റ് സ്വീറ്റ് ക്രേവ് ചെയ്യുന്നതാണോ? അതെന്താണ് നമ്മുടെ മൈൻഡ് ക്രേവ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ക്യൂ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ക്യൂ മനസ്സിലായാൽ തന്നെ അടുത്തത് റിവാർഡാണ്. റിവാർഡ് നമ്മൾ മാറ്റുക. അതായത് ഫോർ എക്സാമ്പിൾ, നമ്മൾ TV കാണുന്നതാണ് നമ്മുടെ ക്യൂ എന്ന് വെച്ചോ. TV കാണുമ്പോൾ നമ്മൾ ബോറടിച്ചിട്ടാണ് കാണുന്നതെങ്കിൽ നമുക്ക് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നിയിട്ടാണ് നമ്മൾ ഐസ്ക്രീം കഴിക്കുന്നതെന്ന് വെച്ചോ. അതിന് പകരം ഒരു ചിക്കൻ സാലഡ് കഴിച്ച് നോക്കൂ. ചിക്കൻ സാലഡ് കഴിച്ച് കഴിഞ്ഞിട്ടും അയ്യോ എനിക്ക് ഐസ്ക്രീം ഒന്നുകൂടെ വേണം എന്നാണ് നമുക്ക് തോന്നുന്നതെന്നുണ്ടെങ്കിൽ ഹങ്കർ അല്ല കാര്യം എന്ന് മനസ്സിലാക്കാം. പകരം പല റിവാർഡ്സ് ട്രൈ ചെയ്ത് നോക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ വീഡിയോ ഗെയിം കളിച്ച് നോക്കൂ കുറച്ച് നേരം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ TV കാണുന്നതിന് പകരം. റിവാർഡ് ചേഞ്ച് ആകുമ്പോൾ തന്നെ ഹാബിറ്റ് ചേഞ്ച് ആകും. അല്ലെങ്കിൽ ക്യൂ ചേഞ്ച് ചെയ്യുക.
ക്യൂ ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ ആ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുക. ടി വി കാണുന്നതിന് പകരം പുറത്തേക്ക് ഇറങ്ങുക, നടക്കാൻ പോവുക. അപ്പോൾ നമ്മുടെ മൈൻഡിൽ വേറൊരു ടൈപ്പ് ഓഫ് സെൻസേഷൻ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ റിവാർഡിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ നമ്മൾ വേറൊരു ഹാബിറ്റ് ഫോം ചെയ്തു. രാത്രി ഫുഡ് കഴിച്ചു കഴിഞ്ഞ് നടക്കാൻ പോകുന്ന ഹാബിറ്റ്. അത് രാത്രി ഫുഡ് കഴിച്ച് ടി വി കണ്ട് ഐസ്ക്രീം കാണുന്ന ഹാബിറ്റിനെക്കാട്ടിലും വളരെ നല്ലതാണല്ലോ. അങ്ങനെ നമ്മുടെ ക്യൂ റിവാർഡും മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ തന്നെ നമ്മളുടെ പല വിട്ടുമാറാത്ത ബാഡ് ഹാബിറ്റ്സും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി അടുത്താണ് ഹാബിറ്റ് ലൂപ്സ്. അതായത് ഒരു ഹാബിറ്റിൽ നിന്ന് അടുത്ത ഹാബിറ്റിലോട്ട് പോകുന്ന കാര്യം. പല്ല് തേച്ച് കഴിഞ്ഞാൽ ഉടനെ കുളിക്കുക, അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ ഉടനെ കള്ള് കുടിക്കുക, അല്ലെങ്കിൽ കള്ള് കുടിച്ച് കഴിഞ്ഞാൽ ഉടനെ സിഗരറ്റ് വലിക്കുക. അങ്ങനെ പല ഹാബിറ്റ്സും നമ്മൾ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ സ്റ്റാക്കിങ് ചിലപ്പോൾ നല്ലതിനാവാം, ചീത്തയ്ക്കും ആവാം. ഫോർ എക്സാമ്പിൾ, ഭക്ഷണം കഴിച്ചാൽ ഉടനെ നടക്കാൻ പോവുക എന്നുള്ളത് നല്ലൊരു ഹാബിറ്റാണ്. പക്ഷേ ഭക്ഷണം കഴിച്ചാൽ ഉടനെ ടി വി കണ്ട് ഐസ്ക്രീം കഴിക്കുക എന്നുള്ളത് അത്ര നല്ല ഹാബിറ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹാബിറ്റിനെ സ്റ്റാക്ക് ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് നമുക്ക് ചില ഹാബിറ്റ്സിനെ എടുത്തു മാറ്റാനും ചിലതിനെ റീപ്ലേസ് ചെയ്യാനും പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനെ ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ എന്നാണ് പറയുന്നത്. അതായത് ഞാൻ ഇന്ന കാര്യം ചെയ്യുമ്പോൾ ഇന്ന കാര്യം ചെയ്യും എന്ന് നമ്മളെ മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഒരു കൊച്ചുകുട്ടിയെ പഠിപ്പിക്കുന്ന പോലെ ആട്ടോ ഇത്. അതായത് തെറ്റുകൾ സംഭവിക്കാം, പക്ഷെ പിന്നെയും നമ്മൾ പഠിപ്പിക്കില്ലേ, അതുപോലെ തന്നെ. അതായത് ഞാൻ ഇനി ടി വി കാണുമ്പോൾ ഒരു ഹെൽത്തി സ്നാക്ക് ഉണ്ടാക്കും എന്നുള്ളത് നമ്മളെ മൈൻഡിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. രാത്രി ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ടി വി കാണുമ്പോൾ നമ്മളൊരു ഹെൽത്തി സ്നാക്ക് ഉണ്ടാക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് ടി വി കാണുന്ന ടൈമിൽ ഒബ്വിയസ്ലി ഞാൻ ഹെൽത്തി സ്നാക്ക് ഉണ്ടാക്കിയില്ലല്ലോ എന്ന് വിചാരിക്കുന്നതേ ഉണ്ടാവുള്ളൂ. ഐസ്ക്രീം എന്നുള്ള ചിന്ത നമ്മുടെ മൈൻഡിൽ നിന്ന് അറ്റ്ലീസ്റ്റ് കുറച്ച് നേരത്തേക്ക് മാറി നിൽക്കും. ഈ ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻസ് പല കാര്യങ്ങൾക്കും നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഹാബിറ്റ് പെട്ടെന്ന് നമുക്ക് പ്രാവർത്തികമാക്കണമെങ്കിൽ അതൊരു ഹാബിറ്റിലേക്ക് ലൂപ്പ് ചെയ്യാനും നമുക്ക് പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് ഗ്രീൻ ടീ കുടിക്കുന്ന ഹാബിറ്റ് വേണമെന്ന് വെച്ചോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാണോ ഗ്രീൻ ടീ കുടിക്കേണ്ടത്, അല്ല ഭക്ഷണത്തിന് മുന്നേ ആണ് ഗ്രീൻ ടീ കുടിക്കേണ്ടതെന്ന് വെച്ചോ. നമ്മൾ പുറത്ത് നടക്കാൻ പോയിട്ട് തിരിച്ചു വന്നാൽ ഉടനെ ഗ്രീൻ ടീ കുടിക്കുക എന്നുള്ളത് നമ്മുടെ മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണെങ്കിൽ 1-2 ദിവസം പ്രാവർത്തികമാക്കുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ഓട്ടോ പൈലറ്റിലായി പോകും. നമ്മൾ നടന്നു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഗ്രീൻ ടീ ഉണ്ടാക്കി കുടിക്കാൻ തുടങ്ങും. അതൊരു ഹാബിറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ എളുപ്പത്തിൽ നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് മാറുകയും ചെയ്യും. ഈ ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻസ് എല്ലാ കാര്യത്തിലും വർക്കൗട്ട് ചെയ്യുമെന്നുള്ളതാണ് വേറൊരു കാര്യം. പക്ഷേ ഓരോ ഹാബിറ്റും പ്രാക്ടീസ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം കൊടുക്കേണ്ടി വരും. കുറച്ച് നാൾ കോൺഷ്യസ്ലി ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പിന്നീടുള്ള ടൈമിൽ അത് ഓട്ടോമാറ്റിക്കലി ഓട്ടോ പൈലറ്റായിട്ട് അത് നടന്നുകൊണ്ടിരിക്കും. ഒരു പുതിയ ഹാബിറ്റ് ഒരു ഓൾഡ് ഹാബിറ്റിലോട്ട് ലൂപ്പ് ചെയ്യുക വളരെ ഈസി ആയിട്ട് ഒരു പുതിയ ഹാബിറ്റ് നമുക്ക് ഫോം ചെയ്യാനുള്ള വഴിയാണ്. അതായത് ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീനെ ലിങ്ക് ചെയ്ത് ഒരു ഹാബിറ്റ് ഉണ്ടാക്കുക. നടന്നു കഴിഞ്ഞാൽ ഗ്രീൻ ടീ കുടിക്കുക, അല്ലെങ്കിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ബുക്സ് കേൾക്കുക, ഓഡിയോ ബുക്സ് കേൾക്കുക, അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ കുറച്ച് ബുക്ക് വായിക്കുക. ഇതൊക്കെ ഒരു ഹാബിറ്റിലോട്ട് ലൂപ്പ് ചെയ്യുന്ന കാര്യങ്ങളാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പുതിയൊരു ഹാബിറ്റ് അഡാപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അടുത്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിൽ പവർ. നമ്മൾ പലപ്പോഴും സംസാരിക്കാറുള്ള കാര്യമാണല്ലോ വിൽ പവറിനെ പറ്റി. വിൽ പവർ എന്ന് വെച്ചാൽ ഒരു സെൽഫ് ഡിസിപ്ലിൻ ആണ്. നമുക്കൊരു കാര്യം ചെയ്യാനായിട്ടുള്ള നമ്മളുടെ സെൽഫ് ഡിസിപ്ലിൻ. നമ്മൾക്ക് വിൽ പവർ എന്ന് പറയുന്നത് മസിൽ പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നൊരു കാര്യം കേട്ടോ. അതിനെ കുറച്ചുകൂടെ ട്രെയിൻ ചെയ്ത് നല്ല മസിലാക്കി എടുക്കില്ലേ, അതുപോലെ വിൽ പവർ ആക്കിയെടുക്കാൻ പറ്റും. പക്ഷെ അതിന് വളരെയധികം പ്രാക്ടീസിൻ്റെ ആവശ്യമുണ്ട്. ചെറിയ ചെറിയ വിൽ പവർ എക്സസൈസസ് നമ്മൾ ഡെയിലി ചെയ്താൽ മതി. അതായത് ഇപ്പോൾ നമ്മളൊരു പാർട്ടിയിൽ പോവാണ്, അവിടെ ആൽക്കഹോൾ ഉണ്ട്, നമുക്ക് ആൽക്കഹോൾ കുടിക്കാൻ താല്പര്യമില്ല, നമ്മൾ ആൽക്കഹോൾ ഒഴിവാക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളുടെ വിൽ പവർ എന്ന് വെച്ചാൽ വി ആർ നോട്ട് ഗോയിങ് ടു ഡ്രിങ്ക് ഇറ്റ്, നമ്മളത് കുടിക്കാൻ പോകുന്നില്ല. വിൽ പവർ ഒരു ലിമിറ്റഡ് റിസോഴ്സാണ്. അത് വൈസായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ചില കാര്യങ്ങളിൽ മാത്രമേ നമ്മൾ വിൽ പവർ എടുക്കാൻ ശ്രമിക്കുക. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ പവർ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും, മസിൽ പോലെ. നമ്മളത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വിൽ പവർ കുറച്ചുകൂടി കൂടും. ഇപ്പോൾ ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ വിൽ പവർ കുറച്ചുകൂടി കൂടി നല്ല ബെറ്റർ ഫുഡ് കഴിക്കാൻ പറ്റും. കുറച്ചുകൂടി വിൽ പവർ കൂടി ബെറ്റർ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ വിൽ പവർ ഉണ്ട് എന്ന് സ്വയം വിശ്വസിക്കുക എന്നുള്ളതാണ് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. നമ്മളുടെ ഉള്ളിൽ വിൽ പവർ ഉണ്ട്, നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾക്ക് എത്ര ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആണെങ്കിലും അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഒരു ദിവസം നമ്മുടെ വിൽ പവർ എല്ലാം തീർന്നു പോയെന്ന് വെച്ചോ.
നമ്മൾ റിലാക്സ് ചെയ്ത് രാത്രി ഉറങ്ങി തിരിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ വിൽ പവർ തിരിച്ച് വന്നിട്ടുണ്ടാകും. വളരെ പൂർവാധികം ശക്തിയോടുകൂടെ തന്നെ. ഒരു ദിവസത്തിൽ നമുക്ക് വളരെ കുറച്ച് വിൽ പവറേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഒരു ഹാബിറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ ഹാബിറ്റിലോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഹാബിറ്റിലോട്ട് മാറാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഹാബിറ്റ്സ് ഓരോന്നോ രണ്ടെണ്ണമൊക്കെ ആയിട്ട് മെല്ലെ മെല്ലെ ചേഞ്ച് ചെയ്ത് തുടങ്ങുക കേട്ടോ. ഈ വിൽ പവറിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കാൻ ഒഴിവാക്കുകയാണെന്ന് വെച്ചോ. അപ്പം നമ്മൾ വീട്ടിലും ഓഫീസിലുമൊക്കെ ജങ്ക് ഫുഡിൻ്റെ സ്റ്റാക്കിന് പകരം കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ കുറച്ച് ഹെൽത്തി ഫുഡ്, ഇപ്പോൾ ഓട്ട് മീലോ അങ്ങനെ എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ വെക്കുക. വിശക്കുമ്പോൾ നമുക്കതെടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡ് റെഡിയാക്കി വെക്കുക എന്നുള്ളത് ഒരു വിൽ പവറിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. വിശക്കുന്ന ടൈമിൽ നമ്മുടെ വിൽ പവറിനെക്കാട്ടിലും സ്ട്രെങ്ത് ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സിന്. സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ഇപ്പം നമ്മൾക്ക് ബാഡ് ഹാബിറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ബാഡ് ഹാബിറ്റിലേക്ക് പോവാതിരിക്കാനുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഫുഡ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക്. പ്രൊക്രാസ്റ്റിനേഷനാണ് നമ്മളുടെ അടുത്ത ശത്രു എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോൾ വാട്സപ്പും ഫേസ്ബുക്കൊക്കെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ആപ്പ് കിട്ടുമല്ലോ, അതൊക്കെ യൂസ് ചെയ്ത് അത് ബ്ലോക്ക് ചെയ്ത് വെക്കുക വർക്ക് ചെയ്യുന്ന ടൈമിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ബാഡ് ഹാബിറ്റിനെ എങ്ങനെ ബ്ലോക്ക് ചെയ്യാം എന്നുള്ളത് നമ്മുടെ വിൽ പവറിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന സിറ്റുവേഷൻസ് കൊടുക്കും. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വിൽ പവർ മതിയാവും നമുക്ക് ആ ദിവസം തള്ളി നീക്കാനായിട്ട്. നമ്മളുടെ ഹാബിറ്റ്സിന് പുറകിലുള്ള ട്രിഗേഴ്സ് മനസ്സിലായാൽ തന്നെ നമുക്ക് പല ഹാബിറ്റ്സും ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന ചില സ്മോൾ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മേക്ക് യുവർ ബെഡ് എവറി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ നമ്മൾ ബെഡ് മേക്ക് ചെയ്യുക. അതൊക്കെ പണ്ട് തുടങ്ങി നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ മിക്കവാറുള്ളവർ ട്രൈ ചെയ്തിട്ടുണ്ടാവും, എന്നാൽ നടക്കാത്ത കാര്യമായിരിക്കും. ബട്ട് യൂസ് യുവർ വിൽ പവർ ടു മേക്ക് യുവർ ബെഡ് എവറി മോർണിംഗ്. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്തുണ്ടെങ്കിൽ അതെടുത്ത് സൂക്ഷിച്ച് വെക്കാതെ അത് ഡൊണേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് വിൽക്കാൻ നോക്കുക. പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഇരുന്നിട്ട് എന്തെങ്കിലും കഴിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ റൂമിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുന്നേ ആ റൂം ക്ലീൻ ചെയ്തിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പ്ലേറ്റ് കഴുകി വെക്കുക. ക്ലീനിങ് ഡ്യൂട്ടീസൊക്കെ ബാക്കിയുള്ളവരായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ക്ലീൻ ചെയ്യുന്ന ടൈമിലോ അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന ടൈമിലോ പാട്ട് കേൾക്കുക. വിൻഡോസൊക്കെ തുറന്നിട്ട് കൂടുതൽ ഫ്രഷ് എയർ അകത്തേക്ക് കൊണ്ടുവരിക. ഫ്ലവേഴ്സും പ്ലാന്റ്സും ഒക്കെ വീട്ടിൽ വെച്ചിട്ട് നല്ല സൗന്ദര്യമുള്ള വീടാക്കി മാറ്റുക. സെൻറ്റിമെൻ്റൽ ഒബ്ജക്ട്സ് എന്തെങ്കിലും ഉണ്ട്, നമുക്കത് വിട്ട് കളയാൻ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അത് വിട്ട് കളയുക. അപ്പോൾ ആരെങ്കിലും നമ്മൾ ഗസ്റ്റിൻ്റെ വീട്ടിലാണ് അല്ലെങ്കിൽ വേറൊരാളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കഴിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് ക്ലീനപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മുടെ വീടിനുള്ളിൽ ഷൂസ് ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ടാക്സിൻ്റെ ഡോക്യുമെൻറ്റ്സ്, കോൺട്രാക്ട്സ് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സേവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും ഒരാഴ്ചയിൽ ലോണ്ട്രി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബെഡ്ഷീറ്റ്സ് വീക്ക്ലി ലോണ്ട്രി ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തിരിച്ചെടുത്ത് അതേ സ്ഥലത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കുറേ നാളുകൾ ഒരു കാര്യം ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ മെസ്സ് ബിൽഡപ്പ് ആവും. ആ മെസ്സ് ബിൽഡപ്പ് ആവാണ്ട് നോക്കാനുള്ള ചില കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഓരോ ദിവസവും ഒരു ചങ്ക് ഓഫ് ടൈം എന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് ആവാം, 5 മിനിറ്റ് ആവും, അത്രയെങ്കിലും ടൈം ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു വർഷത്തിലൊരിക്കൽ ടൈഡിങ് മാരത്തോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം മാറ്റി വയ്ക്കുക. നമ്മുടെ പഴയ സാധനങ്ങളൊക്കെ ഒഴിവാക്കി നമ്മുടെ വീടൊന്ന് നീറ്റായി ടൈഡി ആയിട്ട് വെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. ഞാൻ വളരെ അധികം ട്രൈ ചെയ്തിട്ട് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. ഞാൻ വിചാരിക്കാറുണ്ട്, അപ്പോൾ എനിക്ക് രാത്രിയൊക്കെ ആണെങ്കിൽ കിച്ചൺ ക്ലീൻ ചെയ്യാൻ മടിയുള്ള ദിവസങ്ങളിൽ ഞാൻ വിചാരിക്കാറുണ്ട് 5 മിനിറ്റ് ക്ലീനിങ്. ഞാൻ 5 മിനിറ്റ്സ് സ്റ്റോപ്പ് വാച്ചിൽ വെക്കും, എന്നിട്ട് ഞാൻ ക്ലീൻ ചെയ്യും. ആക്ച്വലി എനിക്ക് 2 മിനിറ്റോ 3 മിനിറ്റോ മതിയാകും ആ സിങ്കും ഒക്കെ ക്ലീൻ ചെയ്ത് കിച്ചൺ കൗണ്ടറൊക്കെ ഒന്ന് തുടച്ചിടാനായിട്ട്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് കളയാനും ചിലപ്പോൾ ഡൈനിങ് ടേബിൾ ഒന്ന് ടൈഡി അപ്പ് ചെയ്യാനും ഒക്കെ വളരെ കുറച്ച് ടൈം 2-3 മിനിറ്റ് ചിലപ്പോൾ എനിക്ക് എടുക്കുള്ളൂ. പക്ഷേ ഞാൻ 5 മിനിറ്റ് ടൈം ഫ്രെയിം വെക്കുമ്പോൾ തന്നെ എൻ്റെ മൈൻഡ് ഷിഫ്റ്റ് ആവും. ഓക്കെ, ഇത് ഇത്രയും ടൈമിൽ തീർന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോയി കിടക്കുവാണ് എന്നുള്ള ഒരു മൈൻഡ് ഷിഫ്റ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് ക്ലീൻ ചെയ്യാൻ തോന്നും.
ഇപ്പോൾ അത് എല്ലാ ദിവസവും ചെയ്ത് അത് എൻ്റെ ഒരു ശീലമായിട്ട് മാറി. അതേപോലെ തന്നെ ചില ചേഞ്ചസ് എല്ലാവർക്കും മാറ്റാൻ പറ്റട്ടെ. ഈ ബുക്കിൻ്റെ പകുതി മാത്രമേ ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ബാക്കി പാർട്ട് 2 ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വളരെ 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 നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത പാർട്ടായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.